നിങ്ങൾ എന്നെ സുമേ സുമേന്നൊന്നും വിളിക്കൊന്നും വേണ്ട. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാ മതി. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക്. അടാ, ആദ്യരാത്രി എന്റെ കയ്യിൽ കിട്ടിയത് അറിയാമല്ലോ, ഒരൊറ്റ അടി. മിണ്ടരുത്. നിങ്ങളുടെ അച്ഛനൊരുത്തനോടുണ്ടല്ലോ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. മാവനായിരുന്നോ? മോളെ ചുമേ, നിന്റെ കല്യാണത്തിന്റെ അന്ന് തുടങ്ങിയ സുമേ എനിക്ക്. കല്യാണത്തിന്റെ അന്ന് തുടങ്ങിയ ചുമയാ, ഇതുവരെ മാറിയിട്ടില്ല. അമ്മാവന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ അമ്മാവൻ എന്റെ കല്യാണത്തിന് നിന്നങ്ങ് ഒരവിടുവായിരുന്നെന്ന്. ഒരവിട്ടില്ലെങ്കിൽ എന്താ, നിന്റെ അച്ഛന്റെ കൂടെ കട്ടക്കിരുന്ന് ഷെയർ ഇട്ടില്ലേ? അതൊക്കെ പോട്ടെ, ഞങ്ങൾ കാരണന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച നിന്റെ വീട്ടില അടുക്കള കാണാൻ വരണോന്ന്. വീട്ടിൽ നല്ല ഒന്നാന്തര ഒരു അടുക്കള ഇല്ലയോ? അതങ്ങ് കയറി കണ്ടാ പോരായിരുന്നോ? അയ്യോ, അടുക്കളയിൽ ഞാൻ കയറൂല. ഇനി അവതശാലെങ്ങാനും കയറിപ്പോയി കഴിഞ്ഞാൽ നിന്റെ അമ്മായി രമണിയില്ലേ, എന്നെ വൈകിട്ട് അതിന്റെ അകത്തുനിന്ന് പുറത്തിറക്കത്തുള്ളൂ. അടുപ്പിൽ ഊതി ഞാൻ പുകച്ച്. ഞാനൊക്കെ പോട്ടെ, നിന്റെ ചെറുക്കൻ എന്തിയെ? അവനൊന്ന് വിളിച്ചേ. ആ ചെറുക്കനും കുറുക്കനും ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോരുന്നു. അത് പറ്റി മടുത്തമ്മാവാ, മടുത്ത്. ഇനി കല്യാണം കഴിഞ്ഞാൽ ചെറുക്കന്റെ വീട്ടിൽ പോകണം, അല്ലാണ്ട് മടത്തിലാണോ പോണത്? അതല്ല, അവിടുത്തെ ജീവിതം മതിയാക്കി ഞാൻ ഇങ്ങ് പോരുന്നു. സുമേ, ഇടി നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എന്തോന്ന് പറയണോ? എന്റെ അമ്മായിയമ്മയ്ക്ക് ഞാൻ എന്ത് ചെയ്താലും അത് കുറ്റമാ. ഇതിന് മാത്രം കുറ്റം പറയാൻ നിന്നിൽ എന്ത് ശരിയാകുള്ളത്? നീ സുന്ദരിയല്ലേ, സുമുഖയല്ലേ, സൂക്കേടുകാരിയല്ലേ? ഒരു ഓളത്തിന് പറഞ്ഞതാ, താളം തെറ്റിപ്പോയി. പിന്നെ നിനക്ക് എന്ത് കുറ്റമുള്ളത്? ആഹാരം എല്ലാം വെച്ച് പാകം ചെയ്ത് വെക്കും, എന്നിട്ട് ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളാൻ പറയും. എടേ, നീ ഇതൊക്കെ വെച്ചു വിളമ്പി കഴിഞ്ഞിട്ട് ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളാൻ പറയണത് എന്തിനാ? അവരെടുത്ത് കഴിച്ചോളൂലേ? അയ്യോ, അമ്മായിമ്മ എല്ലാം വെച്ചുണ്ടാക്കി വെക്കും, എന്നിട്ട് എന്നോട് പറയും, മോളെ നിനക്ക് ആവശ്യമുള്ള മോളെ എടുത്ത് വെച്ച് കഴിച്ചോണേന്ന് പറയും. ആര് പറയും? അമ്മായിയമ്മ. എന്നാ മെനകെട്ട തള്ളയാടിയത്. ഒരു മരുമോളോട് വർത്താൻ പറയാൻ പറ്റിയ കാര്യമാണോ? എന്റെ വീട്ടിലോട്ടല്ലോ ഒരു മരുമോള്, അവൾ എന്നോടും പറയും ഭക്ഷണമൊക്കെ പാകം ചെയ്തു വെച്ചിട്ട്, അച്ഛാ ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളോട്ടോ എന്ന്. എന്നിട്ടോ ജന്മം പോയ അവൾ ഒരു പ്ലേറ്റ് തരത്തില്ലാതെ കല്ലിക്കലത്ത് തലയിട്ട് കഴിക്കാൻ പറ്റുമോ? അമ്മായിയമ്മയുടെ കാര്യം അങ്ങ് പോട്ടെ പോട്ടെ. ഒരമ്മായിയച്ഛൻ, അയാളെ കൊണ്ട് എന്നോ ശല്യമാണെന്ന് അറിയാവോ? എന്നാ ആദ്യം ആ കഥ പറ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത കഥ പറഞ്ഞാ മതി. ഇതേ പ്രൊഡ്യൂസറിന്റെ അടുത്ത് സിനിമ കഥ പറയാൻ വന്നേ അല്ല അമ്മാവ, ഇതെന്റെ ജീവിത കഥയാ. എന്നിട്ട് ഓഹോ അമ്മാവ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. കേന്ദ്ര സർക്കാരിന്റെ പരസ്യം ജീവിത കഥ പറയട്ടെ. അതായത് ഞാനൊന്നും നടന്ന എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വിടൂല. എടേ, നീ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാനായിട്ട് ഫാഷൻ ഷോയുടെ റാമ്പിൽ കൂടെയാണോ നടക്കുന്നത്? മുറ്റത്തിൽ കൂടെ അല്ലേ? നേരെ നടന്നിട്ട് ഒന്ന് തിരിഞ്ഞാ മതി, അയാൾ ചമ്മളിപ്പോ. പക്ഷേ അതല്ലെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറയുവാ, മോളെ ആരെങ്കിലും കമന്റ് അടിക്കുന്നുണ്ടോ, മോളെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നടക്കുവാന്ന്. അമ്മായി അച്ഛൻ എന്നാ പുഴിഞ്ഞ തന്തയാടിയത്. ഒരു മരുമോളോട് പറയാൻ പറ്റിയ കാര്യമാണത്. അമ്മായിച്ചിനും പോട്ടെ, നിന്നെ കെട്ടിക്കൊണ്ടുപോയ ഒരു ചെറുക്കനുണ്ടല്ലോ, ഒരു കിഴക്കൻ വിനയൻ. രണ്ട് കണക്ക് തന്നെ. അവന്റെ കാര്യം പറ. ചെറുക്കനാണ് പോലും ചെറുക്കൻ. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ മര്യാദയ്ക്ക് പണിക്ക് പോണോന്ന് വെറുതെ ഞാനൊന്ന് പറഞ്ഞു പോയി. സ്വാഭാവികം. അത് കേട്ട പാതി കേക്കാത്ത പാതി ഇറങ്ങി പണിക്ക് പോയി കളഞ്ഞു. എന്നിട്ടോ പണിയും കഴിഞ്ഞ് രാത്രി മുറിയിലോട്ട് കേറി വരും, ഷർട്ട് ഊരി ഹാങ്കറിലിടും, ഇട്ടിട്ട് കട്ടിലേ വന്നിരിക്കും, ഇരുന്നിട്ട് എന്നെയും വിളിച്ചടുത്തിരുത്തും, എന്റെ കൈ കയറി പിടിക്കും. അന്ന് ഏതാ പണി പൈസ മൊത്തം എന്റെ കൈവെള്ളയെ വെച്ച് തരും. ഇങ്ങനെയുള്ള പിന്നാലെ ഓർമ്മമാർ കൂടെയാണോ നീ ജീവിതകാലം കഴിയുന്നത്? 2 തവണ എടുത്തു തന്നോ? നീ വേണേ ചെന്നെടുത്തു പോയി. എന്നിട്ട് 64 ഞാൻ ഇനി പോകുന്നില്ല. സുമേന്ന് വിളിച്ചതാ, അതിന്റെ ഇടയിൽ ഒരു ചുമ കയറി വന്ന്. സുമേ, ശരിയായി. ഇനി നീ എന്ത് തീരുമാനിച്ചു? ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു അല്ലേ? എന്നാ ഞാനൊരു കാര്യം പറയാം. ഇനി നിന്റെ കല്യാണത്തിനെ നാട്ടുകാരും ബന്ധുക്കാരും കൂടിയൊക്കെ 2 ലക്ഷം രൂപയോളം പിരിവ് വന്നിട്ടുണ്ട്. അതൊക്കെ നീ ഇപ്പൊ അവർക്ക് തിരിച്ചു കൊടുക്കണം. അതുകൂടാതെ ഉരുളിന്ന് കൊത്തിയ ഒരു മുരളിന്ന് പേര് കൊത്തിയ ഒരു ഉരുളി നിൽക്കാൻ തന്നിട്ടുണ്ടായി. അതും ഇപ്പൊ ഇവിടെ തിരിച്ചു തരണം. അമ്മാവ ഇങ്ങനെയൊക്കെ എടുത്ത് ചോദിച്ചാൽ ഞാൻ എങ്ങനെ എടുത്ത് തിരിച്ചു തരാനാ? ഇനി കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു കൊടുത്തയച്ചിട്ട് 3-ന്റെ നീ ഇവിടെ പെട്ടെന്ന് തിരിച്ചു വന്നില്ലേ, അതേപോലെ അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ അവരെയൊക്കെ പെട്ടെന്ന് ഇവിടെ തിരിച്ചു വരുത്തും. അങ്ങനെ വിട്ടാ പറ്റൂല്ലോ. ഹലോ, എടാ സുധാകര, എടാ നമ്മുടെ സുമിയില്ലേ, സുമിയുടെ കല്യാണത്തിന് നീ എത്ര രൂപ പിരിവ് കൊടുത്തായിരുന്നു? ആണോ?
ആ എന്നാ നീ വരണ്ട, അവൻ കവറ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എടി, നീ ആ 2 ലക്ഷം രൂപ വിനയേട്ടാ, ഞാൻ അങ്ങോട്ട് തന്നെ വരുവാ. ഇതില് ഭേദം അവിടെ ആയിരുന്നു. എന്താന്നോ, ഇവിടെ ഉള്ളവരെ കൊണ്ട് ഭയങ്കര ശല്യമാന്നേ. സുമേ, നീ അപ്പൊ പോകാൻ തീരുമാനിച്ചു? തീരുമാനിച്ചു. എന്നിട്ട് ബാക്കി അവിടെ ചെന്നട്ടെ.